ശ്രീനിവാസൻ യാത്രയാകുന്നു. സംസ്കാരം രാവിലെ 10-ന് തൃപ്പൂണിത്തുറയിലെ വീട്ടുവളപ്പിൽ. യാത്രാമൊഴിയേകി മലയാളം. കടുവാഭീതിയിൽ വയനാട് പുൽപ്പള്ളി. ആക്രമണത്തിൽ ആദിവാസി വയോധികൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. 20 ലക്ഷം രൂപയും കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലിയും നൽകണമെന്ന് നാട്ടുകാർ. കടുവകളുടെ പ്രജനന കാലമായതിനാൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി വനം വകുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ രാവിലെ 10 മണിക്കും നഗരസഭാ കൌൺസിലർമാർ 11:30-ക്കും ചുമതലയേൽക്കും. 26, 27 തീയതികളിൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിലേക്ക് തെരഞ്ഞെടുപ്പ്. പാക് മുൻ പ്രധാനമന്ത്രിക്ക് വീണ്ടും ശിക്ഷ വിധിച്ച കോടതി. സൗദി കിരീടാവകാശി നൽകിയ സമ്മാനങ്ങൾ വിൽപ്പന നടത്തിയ കേസിൽ 17 വർഷം തടവ്. ഭാര്യ ബുഷ്ര ബീബിക്കും ശിക്ഷ. SIR-നെ ശക്തമായി ന്യായീകരിച്ച് പ്രധാനമന്ത്രി. SIR നടപ്പിലാക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ. ദേശദ്രോഹികൾ അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നുവെന്നും ആരോപണം. കോൺഗ്രസിന്റെ പല തെറ്റുകളും തിരുത്തുകയാണ് താൻ ചെയ്യുന്നതെന്നും നരേന്ദ്രമോദി. ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലയാളി ഇന്ത്യയിലേക്ക് കടന്നെന്ന ആരോപണവുമായി ബംഗ്ലാദേശ്. കുറ്റക്കാരെ എല്ലാവരെയും ശിക്ഷിക്കുമെന്ന് ചീഫ് അഡ്വൈസർ. ഹിന്ദു യുവാവിനെ തീവെച്ചു കൊന്ന സംഭവത്തിൽ 10 പേർ അറസ്റ്റിൽ. സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ വീണ്ടും പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. എതിരില്ലാത്ത ഒരു ഗോളിന് എവേർട്ടനെ തോൽപ്പിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിക്കും ലീഡ്സ് യുണൈറ്റഡിനും ജയം.